മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കടന്നിട്ടില്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. ബെൻസൺ ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. ദിൽഷ തിലകനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ദിൽഷ, കുറച്ച് ദിവസമായി ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇതുപോലെ ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോൾ എന്താണ് ഡോക്ടേഴ്സ് പറയുന്നത്? നേരിയ പുരോഗതി ഉണ്ടെങ്കിലും എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കാർഡിയോളജി ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. നേരിയ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാരടക്കമുള്ള സംഘം നമ്മളെ അറിയിക്കുന്നത്. എം ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ മെഡിക്കൽ സംഘം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഈ 16-ന് പുലർച്ചെയാണ് ഈ കഫക്കെട്ടും ശ്വാസതടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് എം ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെയോടെ ഹൃദയാഘാതം ഉണ്ടായി എന്നും അതോടെയാണ് ആരോഗ്യനില ഗുരുതരാവസ്ഥയിലെത്തിയത് എന്നും ഡോക്ടർമാരുടെ സംഘം മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട്. അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു അവസ്ഥയാണുള്ളത്. നിരവധി പേരാണ് അദ്ദേഹത്തെ കാണാനായി ഇപ്പോൾ ചികിത്സയിലുള്ള കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തുന്നത്. എന്തായാലും ഈ ഘട്ടത്തിലും വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ് എം ടി വാസുദേവൻ നായർ എന്നുള്ളതാണ്. നേരിയ പുരോഗതിയുണ്ട്, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ദിൽഷ തിലകനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.